നെയ്തലക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി. അതായത് ഇക്കൊല്ലത്തെ ആദ്യ പൂരം, നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരം ഇതാ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി. ഇവിടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി ഇവിടേക്ക് എഴുന്നള്ളിക്കൊണ്ട് ഇരിക്കുകയാണ്. വൈകാതെ തന്നെ അകത്തേക്ക് കയറി വടക്കുന്നാഥന് വലം വെച്ച് നേരെ തെക്കേ ഗോപുരത്തിലേക്ക് ഭഗവതി എത്തും. തെക്കേ ഗോപുര നട തുറക്കുന്നതിന് വേണ്ടിയാണ് അപാലവൃദ്ധം ജനങ്ങളും ഇപ്പോൾ അക്ഷമരായി കാത്തു നിൽക്കുന്നത്. അതായത് ഓരോ വർഷം കഴിയും തോറും ജനങ്ങളുടെ ബാഹുല്യം അത് ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ഒരു പുരുഷാരം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ തെക്കേ ഗോപുരനടയിൽ അങ്ങനെയാണെങ്കിൽ ശ്രീമൂലസ്ഥാനത്തും അതിന് ഒത്ത ഒരു ആളുകളുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ദേശം, പ്രധാനമായും നെയ്തലക്കാവ് ദേശത്തുള്ള ആളുകളാണ് രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പൂരം കൊട്ടിക്കയറിയത് കൂടി തന്നെ അനവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും പൂരം കൊട്ടിക്കലാശിക്കുന്നു നെയ്തലക്കാവിൻ്റെ. അതിനുശേഷം നിലപാട് തറയിലേക്ക് എത്തും. ഇവിടെ അടിയന്തരമാരാർ ശംഖ് വിളിക്കും. അതിനുശേഷമാണ് വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കകത്തേക്ക് കയറി തുടർന്ന് തെക്കേ ഗോപുരം വഴി ആദ്യത്തെ തെക്കോട്ടിറക്കം, അതായത് പൂര വിളംബരം ചെയ്യുന്നത് നെയ്തലക്കാവിലെ അമ്മയാണ്. കൊച്ചി രാജാവ് പ്രത്യേകം കൽപ്പിച്ചു കൊടുത്ത അവകാശമാണ് നെയ്തലക്കാവ് ദേശത്തിന്. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ ആളുകളും. രാവിലെ മഴ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മഴയെല്ലാം മാറി മാനം തെളിഞ്ഞു. ആ മാനം തെളിഞ്ഞോട് തന്നെ തൃശ്ശൂർക്കാരുടെ പൂരപ്രേമികളുടെ മനവും തെളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നെയ്തലക്കാവിൻ്റെ പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലെ അമ്മ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയും തുടർന്ന് തെക്കേ ഗോപുരത്തിലേക്ക് എത്തുകയും ചെയ്യും. അതിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അക്ഷമരായി കഴിഞ്ഞ മണിക്കൂറുകളായി ആളുകൾ കാത്തിരിക്കുന്നു. അതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരക്കാഴ്ചകൾക്ക് തുടക്കമിടാൻ നെയ്തലക്കാവിലമ്മ ഇതാ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ തന്നെ തെക്കേ ഗോപുര നട തുറക്കുന്ന കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേളം കേൾക്കുന്നു, ആനകൾ വരുന്നു, അല്ലെ, ആളുകൾ വരുന്നു. കയറ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ കയറിൽ നിന്ന് തള്ളി പോകുന്നു. പോലീസുകാർ കഷ്ടപ്പെടുകയാണ് ആളുകളെ നിയന്ത്രിക്കാൻ. ഇത് സ്വാഭാവികമാണ്. ആ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രെയിമിലൊക്കെ കയറുമ്പോ മാറി തരുന്ന പോലീസുകാർ, അല്ലെ, അവരോട് ആ സ്നേഹവും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരാട്ടോ. അതെ, നമ്മൾ കാണുമ്പോൾ ഫ്രെയിം കാണുമ്പോൾ ഒരു മാറി തരുന്നുണ്ട്. അവർക്കിടയിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങ് റോഡ് വരെ തിങ്ങി. അത് നമ്മൾ വിളിക്കാം, നമുക്ക് അവരിലേക്ക് അടുത്തേക്ക് പോകാൻ തോന്നും.